എന്താണ് അവിടെ ഇത്ര ബ്ലോക്ക്? പൊട്ടിപോലെ 100-110 വണ്ടി ഇടിച്ച് അവിടെ കിടപ്പുണ്ട്. അതാ ഇത്ര ബ്ലോക്ക്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ സുഹൃത്തിൻ്റെ അനിയൻ അനു ഗുരുതരമായ ഒരു അപകടത്തിൽപ്പെട്ട് കഴിഞ്ഞ 5 വർഷമായി നട്ടെല്ല് തകർന്ന നിലയിൽ ചികിത്സയിലാണ്. ജീവൻ തിരികെ നിലനിർത്താൻ കുടുംബം ഇതുവരെ സ്വന്തമായിരുന്നതെല്ലാം വിറ്റും കടം വാങ്ങിയും ചികിത്സ തുടരുകയാണെങ്കിലും ഇപ്പോൾ സാമ്പത്തികമായി പൂർണ്ണമായും തകർന്നിരിക്കുകയാണ്. ഇതിനാൽ അനുവിൻ്റെ തുടർ ചികിത്സയ്ക്കും പുനരധിവാസത്തിനും വേണ്ടി നമ്മുടെ സഹായഹസ്തം അത്യാവശ്യമാണ്. സഹായിക്കാൻ കഴിയുന്നവർ നിങ്ങളെ കൊണ്ടാകുന്നതും സഹായിക്കുക. കഴിയാത്തവർ ഈ വിവരം ഷെയർ ചെയ്ത് മറ്റുള്ളവരിലേക്കും എത്തിക്കുക. നമ്മുടെ ചെറിയൊരു പിന്തുണ പോലും ഒരു കുടുംബത്തിന് വീണ്ടും പ്രതീക്ഷയായി മാറും. എവിടെ പോന്നു? എനിക്ക് അത്യാവശ്യം കോട്ടയം വരുന്ന പോകണം. ഞാൻ വരാൻ വൈകും കേട്ടോ. കണ്ണൻ അല്ല, ഈ അനു എന്ന് പറയുന്ന ആളുടെ വീട് അറിയപ്പെടണം. അതല്ല, ആൾത്തന്റെ പറ്റി കിടക്കുന്ന പയ്യന്റെ വീടാണോ? അതെ. അത് നേരെ ചെന്നിട്ട് വളവ് തിരിഞ്ഞ് ഇടമുറ്റേടെ ഫസ്റ്റ് വീട്. അനുവിന്റെ വീടില്ലേ? ആണ്. അനു ഉണ്ടോ? ഉണ്ട്. വാ. ആരാ? കേട്ടോ. പോവല്ലേ, ഒന്ന് നിക്കണേ. 2 കിലോ അരിയുടെ മേടിച്ചോണ്ട് പോവാ. ഒന്നാ സമയമില്ല. ഞാൻ താമസിക്കാൻ തന്നെ എന്നെ കൊല്ലും. എപ്പോ നോക്കിയാലും അങ്ങനെ എന്നെ കാണുമ്പോ ചൊറിച്ചില്ല. ചോറ് വെക്കാൻ അരിയില്ലാതെ അപ്പുറം സിന്ധുവിന്റെ 100 മേടിച്ചോണ്ട് വന്നതാ. ഇന്ന് അരിയും കൊണ്ട് വന്നില്ലെങ്കിൽ ഇന്ന് വൈകിട്ട് ചോറില്ല. ഞാൻ 100 രൂപ വൈകിട്ട് പണി കഴിഞ്ഞ് കൊടുക്കാന്നും പറഞ്ഞ് മേടിച്ച് അപ്പുറത്ത് നിന്ന്. ആ കോപ്പ് എന്നാ 2 കിലോ ആയി. ഇതേപോലെ പറ്റാണ് സാധനം. പറ്റുന്നല്ലോ. എന്നാ പൈസ തന്നോ? നീ എത്ര? 2 കിലോ? ആ അതെ, 2 കിലോ. എന്നാ ഒന്ന് പെട്ടെന്ന് എടുക്കാനാ. പെട്ടെന്ന് തന്നെ.
എന്തോ എവിടെ കയറി പോവാ? 12 മണിക്കാണോ പണിക്ക് വരുന്നത്? പോയിക്കോ, വിട്ടോ, വേറെ പിള്ളേരെ എടുത്തോടെ. ചോറ് വെക്കാൻ അരിയില്ലാതെ അപ്പുറത്തെ സിന്ധുവിന്റെ മേടിച്ചോണ്ട് വന്നതാ. എന്താ എന്ത് ഒന്നുമില്ലപ്പോ ഒന്നും ഇല്ലാതെ ആരും കരയത്തില്ലല്ലോ കളിയാ. ബ്രോ, അത് അപ്പൊ അതാണ് പ്രശ്നം അല്ലേ? പട്ടിണിയും തൊഴിലില്ലാണ്ട് നമ്മുടെ ആള് തന്നെ. അളിയാ, ആ ഒരു കാര്യം പറ, അളിന് സ്വന്തമായിട്ടൊരെണ്ണം തുടങ്ങിക്കൂടെ? ഓ ഇല്ല ബ്രോ, അതിനൊക്കെ ആണെങ്കിൽ ഒരുപാട് പൈസ വേണം. ഇപ്പോഴാണെങ്കിൽ എനിക്ക് അതിനുള്ള നിവൃത്തിയില്ല. അളിനൊന്ന് ശ്രമിച്ചു നോക്കളി. ഓ ഇല്ല ബ്രോ, അത്രയും പൈസ ഞാൻ എവിടെ പോയി പിക്കാനിപ്പോ? അതൊക്കെ ശരിയാവുള്ളിയാ, അല്ലാണ്ട് അവിടെ പോയാ. ഇവിടെ അടുത്തൊരു കട ഒഴിഞ്ഞ് കിടപ്പം, നമുക്ക് അതിന്റെ ഓണർ തന്നെ വീട്ടുണ്ടായി. വാളിയാ വാ. ആരാ? ചേട്ടാ, ഞങ്ങളെ ആ കടയുടെ കാര്യം സംസാരിക്കാനായിട്ട് വന്നിരുന്നു. കടമുറി വാടകയ്ക്ക് കൊടുക്കുന്നുണ്ടായി. സ്ട്രൈറ്റ് ആയിട്ട് കാര്യം പറയാം. 50,000 രൂപ ഡിപ്പോസിറ്റ്, 10,000 രൂപ വാടക തരാൻ പറ്റുമെങ്കിൽ ഓക്കെ. ചേട്ടാ, വാടക കുഴപ്പമില്ല, പക്ഷെ ഡിപ്പോസിറ്റ് കുറച്ചുകൂടെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റിയിരുന്നെങ്കിൽ ഓക്കെ. മോനെ, ഞാൻ പറഞ്ഞതിനകത്ത് മാറ്റമൊന്നുമില്ല. ഇവിടെ കുറെ പേര് വരുന്നുണ്ട്. ഈമാർ ഇതിനകത്ത് എന്തെങ്കിലും തീരുമാനം ഉണ്ടെങ്കിൽ എന്നെ അറിയിച്ചാൽ മതി. ഞാൻ പറഞ്ഞ ജീവിതം നടക്കത്തില്ലെന്ന്. അല്ലെങ്കിൽ ഇവിടെ പലിശക്ക് കൊടുക്കുന്ന ആൾക്കാരുമായിട്ടൊന്നും പറഞ്ഞില്ലേ? ആൾക്കാരായിട്ട് പരിചയമൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് തരത്തില്ല. എന്നാലും നമുക്കൊന്ന് ചോദിച്ചു നോക്കാമല്ലോടാ. മക്കളെ, പൈസയുണ്ട്, തരാൻ പറ്റത്തില്ല. നിന്റെ അമ്മ വന്ന് 10,000 മേടിച്ചിട്ട് പോയിട്ട് ഇതുവരെ തന്നില്ല. മോനെ, ആദ്യം ആ പൈസ ഇങ്ങനെ മേടിച്ചോണ്ട് പോവാ, എന്നിട്ട് നമുക്ക് ആലോചിക്കാം പിന്നെ കാശ് വേണം. ഇതാ എന്റെ വീട്. പിന്നെ എന്തോ പരിപാടി? ഉള്ളതെ നേരിട്ടോട്ട് ഞാൻ പറയുമല്ലോ, ഇനി ശരിയാവത്തുള്ളൂ. അതിനൊരു കാര്യം അറിയാം, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിന് ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് അത് നമ്മളുടെ അടുത്തുനിന്ന് ദൈവം കുറച്ചങ്ങോട്ട് മാറ്റി വെക്കും. എന്തിനാ? നമ്മൾ അതിന്റെ കഷ്ടപ്പാട് നമ്മൾ മനസ്സിലാക്കാൻ, എന്നിട്ട് നമ്മൾ അതിനുവേണ്ടി പരമാവധി നമ്മളെ കൊണ്ട് പറ്റുന്നത്രയും പരിശ്രമിക്കുക. അപ്പം എന്തെങ്കിലും ഒരു ദിവസം വിജയം നമ്മളെ തേടി വന്നിരിക്കും. അവിടെ ധൈര്യമായിട്ടിരിക്കും. ഞാൻ ഇല്ല പോകാം. ശരി. അതെയാ, നാളെ ഒരു 10 മണിയാകുമ്പോൾ ഈ സ്പോട്ടിൽ വായ എന്നെ വിളിക്കാം. ശരി. ആരായിരിക്കും ഇവനാ? ഇവനെന്തിനാ ഇങ്ങനെ സഹായിക്കുന്നേ? ഇല്ല പൊന്നുമോനെ, ഒരുത്തൻ 100-110 വണ്ടി ഇടിച്ച് ഇവിടെ കിടപ്പുണ്ട്.
വണ്ടി എടുക്കലേ, എല്ലാം ശരിയായി. വാ അളിയാ, ഇവിടെ നിർത്തിയളി. എന്താ ഇവിടെ എന്താ ഇതെന്റെ പെങ്ങടെ. ഇപ്പൊ നിന്റെ കാര്യം നടക്കട്ടെ. സിനിമ നായകൻ ബ്രോയിന്റെ ആരാ? അന്ന് സാറികളെ ഇപ്പോൾ അതിന്റെ കാര്യം നടക്കട്ടെ. വാ. ഇമാർക്ക് എത്ര വേണ്ടത്? 1 ലക്ഷം രൂപ വേണ്ടത്. 1 ലക്ഷോ? 1 ലക്ഷം ഇച്ചിരി കൂടുതലല്ലേ മോനെ? സംഭവം പ്രിയർ പോണ്ട. പക്ഷെ ഇതിലേ 916 മുദ്രയില്ല. അതെന്താ ഈ 916 ഉണ്ടെങ്കിൽ മാത്രമേ അത് തുറന്നു കൊടുക്കുള്ളൂ? ഇമാർക്ക് വേണമെങ്കിൽ ഒരു 80 തരും. ഇല്ല വിട്ടു. 80-80. എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു ഈ ഒരു വർക്ക്ഷോപ്പ്. ഇത്രയും പെട്ടെന്ന് സാധിക്കുമെന്ന് ഞാൻ കരുതിയതല്ല. ബ്രോ ഇല്ലായിരുന്നെങ്കിൽ എനിക്കിതൊരിക്കലും സാധിക്കില്ലായിരുന്നു. ഇതെല്ലാം ഞാൻ എന്ത് ചെയ്താലും പകരമാകുന്നത്. ഉപകാരമൊക്കെ അവിടെ ആയിക്കണ്ടല്ലോ. പാരമ്പര്യമൊക്കെ എടുത്താൽ സമയം പോട്ടാ. എന്നാ ഇല്ലടാ മോനെ, പിന്നെ ഇവിടെ പണിക്കെടുക്കുക. ഇല്ലടാ മോനെ, ഇവിടെ ഞങ്ങൾക്ക് 2 പേർക്ക് ചെയ്യാനുള്ള പണിയേ ഉള്ളൂ. അവനെ ഉമ്മതാ, അവനതൊക്കെ പറയും. നീ നാളെ മുതൽ പണിക്കോട്ടെ. ഞാൻ ഇന്നോ നാളെ വിടുന്ന ആളും. അപ്പൊ പിന്നെ നീ ഒറ്റയ്ക്ക് നിനക്കൊരു സഹായോട്ടെ. ചെക്കൻ നിൽക്കട്ടാ. ശരിയാണ്. നീ ഇതോടെ പോകുന്നോടാ പറഞ്ഞേ. മനുഷ്യന്മാരുടെ കാര്യമല്ലടാ, ഒന്നും പറയാൻ പറ്റത്തില്ല. ചിലപ്പോ പോളി അന്നേരം വന്നില്ലയോ? ഇല്ലെന്നാ ഞാനിതൊരു കടയും തുറക്കും. ആരാ? കടയില്ലയോ? ഏത് കണ്ണൻ? അമ്മയുടെ മോൻ കണ്ണൻ. എനിക്ക് 2 പെമ്മക്കളാ മോനെ ഉള്ള, ആമക്കളില്ല. നിങ്ങളുടെ പേരെന്തോ? നിങ്ങളുടെ പേര് ശ്രീഭദ്ര. ബ്രോയുടെ പേരെന്തോ? എന്റെ പേര് കണ്ണൻ. നിനക്കുള്ളതാ. ഇതെന്തിനാ എനിക്ക്? ഇത് നിന്റെ രൂപത്തിലാണ് എനിക്ക് പോകാൻ തന്നത്. അപ്പൊ ഇതിന്റെ അവകാശി നീ തന്നെ. എന്നെ നീ സഹായിക്കണ്ട. നാളെ നിന്നെ തേടി ഒരാൾ വരും. അന്ന് നിനക്ക് സഹായിക്കാൻ പറ്റുമെങ്കിൽ നീ ഞങ്ങളെ സഹായിക്കും. നിന്റെ രൂപത്തിൽ എന്നെ സഹായിച്ചത് ഇപ്പോൾ നിന്നെ ഞാൻ സഹായിക്കുന്നത് എല്ലാവരും നിയോഗം മാത്രം. ഭഗവാൻ തീരുമാനിച്ച നിയോഗം.